സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മക്കളെ, ദുഃഖങ്ങളും മുറിപ്പെടുത്തലുകളും നിന്ദനങ്ങളും മനോവേദനകളും അടിച്ചമർത്തപ്പെടുന്ന നിമിഷങ്ങളും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ കാണുന്നു. സാത്താന്റെ വഴിത്തിരിവുകൾക്ക് മുൻതൂക്കം കൊടുക്കുന്നു എന്നതാണ് ഇതിൻ്റെ കാരണമെന്ന് അമ്മ പറയുന്നേ. ദുഃഖമുണ്ട്, മുറിപ്പെടുത്തലുണ്ട്, നിന്ദനമുണ്ട്, മനോവേദനയുണ്ട്, അടിച്ചമർത്തപ്പെടുന്ന നിമിഷങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും ഇത് കടന്നു വരുന്നത് സാത്താന്റെ വഴിത്തിരിവുകൾക്ക് നമ്മൾ ചെവി കൊടുത്തിട്ട് ദൈവിക വഴിത്തിരിവുകൾക്ക് നേരെ മുഖം മറയ്ക്കുമ്പോൾ, തിരിഞ്ഞു നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള സഹനങ്ങൾ വരാം എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. എല്ലാ സഹനങ്ങളും അങ്ങനെ ആകണമെന്നില്ല. പ്രത്യാശയുടെയും മഹത്വത്തിൻ്റെയും ആശ്രയമായ യേശുവിൽ നിങ്ങൾ അഭയം തേടണം. തിരുസഭയെ കാർന്നു തിന്നുന്ന ഐക്യത നഷ്ടപ്പെട്ട അനുഭവത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകണം. തിരുസഭയിലെ ഐക്യം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ മുട്ടുകുത്തണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ ബോധത്തിൽ ഉദിക്കണം, തിന്മ കടന്നു വരുന്ന സാത്താന്റെ വഴിത്തിരിവുകൾക്ക് സഭ നിന്നുകൊടുത്തോ, ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി നിന്നുകൊടുത്തോ, അപ്പോൾ അവിടെ ഐക്യത നഷ്ടപ്പെടുകയാണ്. മുറുകെ പിടിക്കണം ജപമാല, ഓടിയണയണം ദിവികാരുണ്യ സന്നിധിയില്. അടുക്കളയിലും അലങ്കാര വസ്തുക്കളുടെ പിന്നാലെയുമായിട്ട് ഓടാനല്ല, ദൈവസന്നിധിയിലേക്ക് മുട്ടുകുത്തി ഓടിയണഞ്ഞ് ദൈവസന്നിധിയിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. സഭയുടെ കെട്ടുറപ്പിന് വേണ്ടി, സഭാമാതാവിൻ്റെ ഉറപ്പിന് വേണ്ടി, മെത്രാന്മാരുടെയും അഭിഷിക്തരുടെയും ഉറപ്പിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, കെട്ടുറപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്ന് അകലില്ല. നമ്മളോട് മാതാവ് അത് ആവശ്യപ്പെടുന്നുണ്ട്. മാർപ്പാപ്പയും മറ്റ് അജപാലകരും ഐക്യത്തിൽ മുന്നേറേണ്ടത് വളരെയധികം ആവശ്യമായിരിക്കുന്ന കാലഘട്ടമാണിത്. മക്കളെ, വേദനാജനകമായ ശുദ്ധീകരണം സഫലമാകേണ്ട കാലത്തിൻ്റെ രക്തരൂക്ഷിതമായ അവസ്ഥയിലേക്ക് കാലം എത്തിയിരിക്കുന്നു. രക്തരൂക്ഷിതമായ അവസ്ഥയിലേക്ക് കാലം എത്തി. ഇനി അത് വരാൻ പോകുന്നതല്ല, എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ബുദ്ധിജീവികളുടെ മലീരസമായ ചിന്തകൾ സഭാ ഐക്യത്തെ തന്നെ വ്യതിചലിപ്പിക്കുന്നു. ഈ നാളുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത്. പരിശുദ്ധ അമ്മ ഈ തിരുസന്ദേശം നൽകിയത് 1997 സെപ്റ്റംബർ 8 അതിനു മുൻപും സഭയിൽ വളർച്ചയും തളർച്ചയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സഭയെ കുറ്റപ്പെടുത്താനോ അവഹേളിക്കാനോ ഒന്നുമല്ല ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. സഭ ഞങ്ങളുടെ അമ്മയല്ലേ. ആ അമ്മയ്ക്ക് കെട്ടുറപ്പില്ലാത്ത ഐക്യത നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളെ ആത്മീയതയിൽ നിയന്ത്രിക്കേണ്ട, നയിക്കേണ്ട അഭിഷിക്തരിലൂടെയും അഭിഷേക ഗുരുക്കന്മാരിലൂടെയും തിന്മ വരുമെന്ന് അമ്മ മുന്നറിയിപ്പ് നൽകുമ്പോൾ, ബുദ്ധിജീവികളുടെ മലീനസമായ ചിന്തകളാണ് ഐക്യത്തെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് അമ്മ പറയുമ്പോൾ, അമ്മയുടെ ഒരു മകൾ എന്ന നിലയ്ക്ക് എനിക്കും വേദനയുണ്ട്. അതുകൊണ്ട് പറയാ, എല്ലാവരിലുമുള്ള ഈ വേദന കുറ്റം പറച്ചിലിനും മുൻവിധിക്കും കഷ്ടം വെച്ചിരിക്കാനും സമയം കളയാനുമാകാതെ, ഈ വേദന നിന്റെ സ്വന്തം വേദനയാണെങ്കിൽ നീ എന്തു ചെയ്യും? നിന്റെ പെറ്റമ്മ നിന്നെ തള്ളിപ്പറഞ്ഞാൽ നീ എന്തു ചെയ്യും? നിന്റെ കുടുംബത്തിൽ ഐക്യമില്ലാതെ കൂടപ്പിറപ്പുകൾ ഭിന്നിച്ചു പോയാൽ നീ എന്തു ചെയ്യും? നീ ദൈവത്തെ വിളിക്കില്ലേ? പ്രാർത്ഥിക്കില്ലേ? ഐക്യത്തിന് വേണ്ടി ശ്രമിക്കില്ലേ? അത് തന്നെയാ പരിശുദ്ധ അമ്മ പറയുന്നേ, കുഞ്ഞേ നീ പ്രാർത്ഥിക്ക്. അത് ഇതും കേട്ട് പേടിക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത്. കുഞ്ഞെ നീ പ്രാർത്ഥിക്ക്, സഭയുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്. ബുദ്ധിയല്ല, കൃപ സഭയെ നയിക്കട്ടെ. ബുദ്ധിയല്ല, പരിശുദ്ധാത്മ അഭിഷേകമുള്ള ബുദ്ധിമാന്മാർ, ബുദ്ധിയിൽ അഭിഷേകം, പരിശുദ്ധാത്മ അഭിഷേകം നിറഞ്ഞ ആത്മീയ ശുശ്രൂഷകരും മാർപ്പാപ്പയും കർദിനാൾമാരും മെത്രാന്മാരും സഭയും സന്യസ്തരും അൽമായ സമൂഹവും സഭയിൽ നിറയട്ടെ, വളരട്ടെ. അങ്ങനെ സഭ ജ്വലിക്കട്ടെ. ഒരു ഐക്യം നഷ്ടപ്പെട്ട അവസ്ഥയെക്കുറിച്ച് നീ കേട്ടാൽ, ഏതെങ്കിലും വിവാദങ്ങളെക്കുറിച്ച് കേട്ടാൽ, ഒരു വൈദികന് ഒരു സിസ്റ്ററിന് തെറ്റുപറ്റിയാൽ, മെത്രാനോട് വിധേയത്വമില്ലാത്തൊരു വൈദികനുണ്ടെന്ന് നീ അറിഞ്ഞാൽ, നീ അത് കേട്ടാൽ, അത് നിന്റെ ബുദ്ധിയിൽ വെക്കാതെ ഓടിയണയി
ദിവ്യകാരുണ്യനാഥന്റെ അരികിലേക്ക് പ്രാർത്ഥനയുടെ ചരടുമായിട്ട് ജപമാലയായിട്ട് അമ്മയുടെ കരങ്ങൾ പിടിച്ച് മാർ യൗസേപ്പ് പിതാവിന് ഭരമേൽപ്പിച്ചു കൊടുക്ക്. തിരുകുടുംബം ഏറ്റെടുത്താൽ പിന്നെ ഐക്യം നഷ്ടപ്പെടില്ല, അത് ഉറപ്പാണ്. ഹല്ലേലൂയ, ആവേ മരിയ, ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇങ്ങനെ ദൈവമക്കൾ ഐക്യത്തെ നഷ്ടപ്പെടുത്തി വ്യതിചലിക്കുമ്പോൾ അമ്മയ്ക്കേറെ വേദനയാണ്. ഇവയെല്ലാം എൻ്റെയും ഉണ്ണിയുടെയും ഹൃദയത്തിൽ വേദനയുടെ നിഴലുകൾ വീഴ്ത്തുന്നതിന് വേഗത കൂട്ടുന്നു എന്ന് അമ്മ പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ പറയുന്നു, പരിശുദ്ധ അമ്മയുടെയും യേശുവിൻ്റെയും ഹൃദയത്തിന് വേദന കൂട്ടുന്ന നിഴലുകളുടെ വേഗത കൂടുന്നു എന്ന് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് മക്കളെ പ്രാർത്ഥിക്കണം. മക്കളെ, നിങ്ങളുടെ അമ്മയുടെ മടിത്തട്ടിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. അമ്മയുടെ മടിത്തട്ടിലിരിക്കാൻ ഏത് കുഞ്ഞിനാ ഇഷ്ടമില്ലാത്തത്? എനിക്കിഷ്ടമാണ്, നിങ്ങൾക്കിഷ്ടമാണെന്ന് എനിക്കറിയാം. ആ അമ്മ പരിശുദ്ധ അമ്മയാകട്ടെ. ആ അമ്മയുടെ മടിത്തട്ടിലേക്ക് അമ്മ ക്ഷണിച്ചു. നിസ്സാരതയും വിശ്വസ്തതയും വിധേയത്വവും ശാന്തതയും എളിമയും അനുസരണയും നിശബ്ദതയും എന്നിൽ നിന്ന് പഠിക്കുക. അമ്മയിൽ നിന്ന്, അമ്മ മാതാവിൽ നിന്ന്, യേശുവിൻ്റെ അമ്മയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് നിസ്സാരത, വിശ്വസ്തത, വിധേയത്വം, ശാന്തത, എളിമ, അനുസരണം, നിശബ്ദത. മക്കളെ, നിങ്ങളെല്ലാം പുനർജനനിയായ ഈ സ്വർഗീയ അമ്മയുടെ തൊട്ടിലിനരികിലേക്ക് ഓടിയണയുക. അമ്മ ഇത് പറയുന്ന ഈ ദിവസം സെപ്റ്റംബർ 8 അമ്മയുടെ ജനന തിരുനാൾ ദിനമാണ്. അതുകൊണ്ട് കൂടി അമ്മ പറയുന്നത് അമ്മയുടെ തൊട്ടിലിനരികിലേക്ക് ഓടിയണയുക. പ്രാർത്ഥനയും ഭക്തി ആദരവോടെയുള്ള നിർമ്മലതയുള്ള ജീവിതവും സമർപ്പിക്കുക. ചെറിയവളും എന്നാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ട ഞാൻ അതീവ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടെ നിങ്ങളെ ആശീർവദിക്കുന്നു. ആമേൻ. പരിശുദ്ധ അമ്മയുടെ ഭക്തിയും നിർമ്മലതയും അമ്മയ്ക്ക് ലോകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെടാനുള്ള അനുഗ്രഹം വാങ്ങിക്കൊടുത്തെങ്കിൽ ആ ഭക്തിയിലും ആദരവിലും നിർമ്മലതയിലും ജീവിക്കാനുള്ള ആഹ്വാനവും പരിശുദ്ധ അമ്മയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. 15ാമത്തെ സന്ദേശം 1997 സെപ്റ്റംബർ 14 കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനമാണ് നൽകിയത്. കുരിശിനെ കുറിച്ച് അമ്മ പറയുക, മക്കളെ, വിജ്ഞാനികൾക്ക് വിഡ്ഢിത്തവും ബുദ്ധിയിൽ അഹങ്കരിക്കുന്നവർക്ക് ഇടർച്ചയുമായ ക്രൂശിതനായ യേശുവിലാണ് മാനവ സമൂഹം രക്ഷിക്കപ്പെട്ടതും ഇപ്പോൾ രക്ഷ അനുഭവിക്കുന്നതും. വിജ്ഞാനികൾക്ക് കുരിശ് വിഡ്ഢിത്തമാണ്, ബുദ്ധിയിൽ അഹങ്കരിക്കുന്നവർക്ക് അത് ഇടർച്ചയാണ്. നമ്മൾ ലേഖനത്തിൽ അത് വായിക്കുന്നുണ്ട് ബൈബിളിൽ. എങ്കിലും അവിടുത്തെ തിരുത്തോളിൽ ചുമത്തപ്പെട്ട കുരിശിന് ഇന്നത്തെ മക്കൾ ചുമത്തുന്ന ഭാരം താങ്ങാനാവാത്തതാണ് എന്ന് കാണുമ്പോൾ ഞാൻ എത്രയോ വേദനിക്കുന്നു. നമ്മൾ വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോൾ, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശിൻ്റെ ഭാരം കൂട്ടി ചുമലിൽ വെച്ചു കൊടുക്കുകയാണ്. മക്കളുടെ രക്ഷയ്ക്കായി വധോപകരണത്തിൽ ഉയർത്തി നാട്ടപ്പെട്ട ക്രൂശിതനായ ക്രിസ്തുവാണ് മക്കളെ നിങ്ങളുടെ ദൈവം. അക്രമത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ദുർവാസനകളിൽ മനുഷ്യകുലം വീർപ്പുമുട്ടുന്നു. കുരിശിൻ്റെ പുകഴ്ചയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ദൈവീക കാരുണ്യത്തിൻ്റെ മഞ്ഞുതുള്ളികൾ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കപ്പെടുന്നതിനും മാനസാന്തരത്തിൻ്റെ കൃപ ലഭിക്കുന്നതിനുമായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. വീണ്ടും അമ്മ പറയുക, പ്രാർത്ഥിക്കുക. ഈ കൃപ, മാനസാന്തരത്തിൻ്റെ കൃപ ലോകത്തിന് ലഭിക്കാൻ, പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. എത്രയോ പ്രാവശ്യം ഈ 15 സന്ദേശങ്ങളിലൂടെയും നമ്മൾ കേട്ടത് മക്കളെ പ്രാർത്ഥിക്കുക എന്ന്. അമ്മയുടെ ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം, പ്രാർത്ഥിക്കുന്ന മക്കളായി തീരാം. ആരും ചിന്തിക്കരുത്, എൻ്റെ ജീവിത തിരക്കിനിടയിൽ, എൻ്റെ ജോലി തിരക്കിനിടയിൽ, എൻ്റെ ജീവിത ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കുന്നതിനിടയിൽ ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കുക? ഞാനിതിനു മുൻപ് സൂചിപ്പിച്ചില്ലേ, കുഞ്ഞെ നീ പ്രാർത്ഥനയായി മാറ്.
നിന്റെ പ്രഭാതത്തിൽ നീ കണ്ണു തുറക്കുമ്പോൾ ദൈവമേ ഈ പ്രഭാതം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം നിന്റെ ഹൃദയത്തിലേക്ക് അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മേ, എൻ്റെ ഇന്നത്തെ എല്ലാ ചെയ്തികളിലും ചിന്തകളിലും തീരുമാനങ്ങളിലും അമ്മേ ദൈവഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ സഹായം തേടി, മാറിയോസേ പിതാവിൻ്റെ സഹായം തേടി, കാവൽ മാലാഖയെ കൂട്ടുപിടിച്ച് ശുദ്ധീകരണാത്മാക്കളോട് പ്രാർത്ഥിച്ച് അങ്ങനെ സഭയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ജീവിക്കാമെന്നൊരു തീരുമാനമെടുത്തിട്ട് നീ ഓരോ ദിവസം തുടങ്ങുക. നീ ഒരു ഫാക്ടറിയിലാകട്ടെ, നീ ഒരു നേഴ്സാകട്ടെ, ഒരു ഡോക്ടറാകട്ടെ, ഒരു ടീച്ചറാകട്ടെ, നീ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വീട്ടമ്മയാകട്ടെ, ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന മകളാകട്ടെ, രോഗിയായി കിടന്ന് സഹിക്കുന്ന മകളാകട്ടെ, സഹിക്കുന്ന മകനാകട്ടെ, നിന്റെ ജീവിതം ഇത്തരത്തിൽ ദൈവിക ചിന്തകളോടുകൂടെ ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നീ ഓരോ നിമിഷവും ജീവിക്കുകയാണെങ്കിൽ കുഞ്ഞേ, നീ പ്രാർത്ഥനയാണ്, നിന്റെ ജീവിതം പ്രാർത്ഥനയാണ്. ഇടയ്ക്കിടയ്ക്ക് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്റെ ജീവിതത്തിലെ കൊച്ചു സഹനങ്ങൾ നീ സമർപ്പിക്കേ. മറ്റുള്ളവരിലൂടെ കിട്ടുന്ന തിക്ത അനുഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈശോയ്ക്ക് സമർപ്പിക്കേ. മറുപടി പറഞ്ഞ് തിക്തതകളെയും സഹനങ്ങളെയും അകറ്റാതെ മറുപടിയില്ലാത്ത സഹനം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം മറുപടിയായി തീരും. അതാണ് കുരിശുമരണം. ആ കുരിശിലെ ബലി സ്വായത്തമാക്കുവാൻ, ആ ബലിയുടെ മഹത്വത്തിൻ്റെ സാന്നിധ്യം സ്വായത്തമാക്കുവാൻ ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരറിയുന്നവരും വിളിക്കപ്പെട്ടവരാണ്. അതിനായി നമുക്ക് ജീവിക്കാം. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.